ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനുമോള് അന്ന് രാത്രി ഭയങ്കര ടെൻഷനിലാണ്. അനുമോൾക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല കേട്ടോ. കാരണം അലോക് പറഞ്ഞല്ലോ നാളെ നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുമെന്ന്. അതും കൂടെ ആയപ്പോൾ ഭയങ്കര ടെൻഷനാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞ് വെള്ളം കുടിക്കുന്നു, നടക്കുന്നു, ആകെ ഒരു ടെൻഷൻ. അവനെങ്ങാനും നാളെ ഇങ്ങോട്ട് കയറി വന്നാൽ ഇവിടെ ആകെ പ്രശ്നമാവും. എല്ലാവരും കാര്യങ്ങളൊക്കെ അറിയും, കൈവിട്ട് പോവും. അങ്ങനെ അവൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്താ ഇപ്പോൾ വഴി? അവനെ ഒന്ന് വിളിച്ചിട്ടാണെങ്കിൽ ഫോണും സ്വിച്ച് ഓഫ് ആണല്ലോ. എനിക്കാണെങ്കിൽ അവന് സൗണ്ടോ മുഖമോ കാണുന്നതോ കേൾക്കുന്നതോ ഒന്നും ഇഷ്ടമല്ലാണ്ടായിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യുക ദൈവമേ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് സുകന്യയുടെ മുഖം മനസ്സിലേക്ക് ഓർമ്മ വരുവാട്ടോ. ഒരു വഴിയുണ്ടല്ലോ, സുകന്യ ചേച്ചി. എന്തായാലും സുകന്യ ചേച്ചി വിളിക്കാം എന്നും പറഞ്ഞ് സുകന്യയുടെ അടുത്ത് നേരെ ഓടി ചെല്ലാട്ടോ അനുമോള്. അപ്പോൾ സുകന്യ ചോദിക്കണേ, എന്താടി ഈ രാത്രിയിൽ അവൻ ഇങ്ങോട്ട് വരുമെന്നൊക്കെ പറഞ്ഞു. അതല്ല സുകന്യ ചേച്ചി പ്രശ്നം, നാളെ ഇങ്ങോട്ട് വരുമെന്നാണ് പറയുന്നത്. ഓരോ ടോക്സിക് കാമുകന്മാരുടെ സ്വഭാവം അവൻ എന്നോടും പുറത്തെടുത്ത് തുടങ്ങിയല്ലേ. എന്ത് ചെയ്യാനാ? നീ ഒരു കാര്യം ചെയ്യ്, അവനെ വിളിച്ചിട്ട് നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറ, ഇങ്ങോട്ട് വരണ്ടാന്ന്. വേണ്ട ചേച്ചി, എനിക്കവനെ കാണുന്നതേ ഇഷ്ടമല്ല. ഞാൻ അത്രത്തോളം വെറുത്തുപോയി. അവനെ എന്തുമാത്രം സ്നേഹിച്ചതാണെന്നറിയോ? അത്രയും സ്നേഹം ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ 100 ഇരട്ടിയായിട്ട് ഇപ്പോൾ ഞാൻ അവനെ വെറുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും അവൻ നാളെ ഇവിടെ വരാതിരിക്കണം. വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ പ്രശ്നമാവും, വലിയ പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തും. അതുകൊണ്ടാണ് സുകന്യ ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം. നോക്കട്ടെ, അവനെ ഒന്ന് വിളിച്ചിട്ട് പറയാം ഇങ്ങോട്ട് വരണ്ടാന്ന്. മോള് വിഷമിക്കാതെ പോയി കിടന്നോ, ടെൻഷനൊന്നും അടിക്കണ്ട. അങ്ങനെ അത് കേൾക്കുമ്പോൾ അനുമോൾക്ക് ഭയങ്കരമായിട്ട് സമാധാനമായി. അനുമോൾ പോയി കിടന്ന് ഉറങ്ങാണ്. സുകന്യാണെങ്കിൽ മനസ്സിൽ ആലോചിക്കുകയാണ് കേട്ടോ. ഇത് തന്നെ ഒരു തക്കം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനുമോളുടെ സൈഡ് നിൽക്കുന്നത് പോലെ ആവേം വേണം, നമ്മുടെ അലോകിനെ ഇളക്കി വിടാൻ വേണം. അങ്ങനെയാണ് കേട്ടോ. അന്ന് രാത്രി തൊട്ടപ്പുറത്തെ റൂമിലിരുന്നിട്ട് തൊട്ടിൽ വാങ്ങി വന്നല്ലോ നമ്മുടെ ആനന്ദ്. അതുപോലെ അവിടെ ഗോമതി നല്ല വഴക്കും കൊടുത്തിട്ടുണ്ട്. പ്രസവത്തിന് മുമ്പ് എന്തിനാ ഇതൊക്കെ വാങ്ങി വെച്ചതെന്നും പറഞ്ഞു. അതിനുശേഷം ഇവിടെ ആനന്ദും ആകെ ടെൻഷനും വെപ്രാളവും ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അറിയാണ്ട് ചെയ്തു പോയതൊരു തെറ്റാണ്, അതൊരു വലിയ മഹാപാപമായി പോയതുപോലെ തോന്നുന്നു. കുഞ്ഞിനെ എന്തെങ്കിലും അതിൻ്റെ പേരും പറഞ്ഞ് ആപത്തോ മറ്റോ എന്തെങ്കിലും സംഭവിക്കോ എന്നൊക്കെയുള്ള ടെൻഷൻ. അപ്പോൾ ദേവി പറയാണ്, ആനന്ദേട്ടൻ അതൊന്നും വിചാരിച്ച് ടെൻഷൻ ആവണ്ട. അമ്മ അങ്ങനെ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ലല്ലോ. എന്നാലും അമ്മയ്ക്ക് ഇതൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ് തന്നൂടായിരുന്നു. അറിയാവുന്നുള്ള കാര്യങ്ങളല്ലേ. വാഞ്ച് വന്നതിന് ശേഷമാണല്ലോ അമ്മ ഇതൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ ദേവി ചെയ്യുക? എനിക്ക് ആകെ വിഷമായി. നമ്മുടെ കുഞ്ഞിന് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. ആനന്ദേട്ടൻ വിഷമിക്കാതെ. എടി, നമുക്ക് ഇത് വാങ്ങിച്ചെടുത്തന്നെ തിരിച്ചു കൊണ്ട് കൊടുത്താലോ? വേണ്ട, ആനന്ദേട്ടൻ ആഗ്രഹിച്ച് കണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നല്ലേ, ഇനിയിപ്പോൾ തിരിച്ചൊന്നും കൊടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ആരും കാണാണ്ട് ഒളിപ്പിച്ച് മൂടി എങ്ങാനും വെച്ചാലോ എന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ എടുത്ത് മൂടി അത് വയ്ക്കാണ് കേട്ടോ തൊട്ടിൽ. അതൊക്കെ കാണുമ്പോൾ തന്നെ ദേവിക്ക് വല്ലാത്ത ചിരിയാണ്. ദേവി അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്തിനടി നീ ചിരിക്കണേന്ന് ചോദിക്കുമ്പോൾ ആനന്ദേട്ടൻ എന്തൊക്കെ പരിപാടി ഈ കാട്ടിക്കൂട്ടുന്നത്? ഇങ്ങനെയൊന്നും കാണിക്കണ്ട, ഇങ്ങോട്ട് വന്നേ, ഇവിടെ വന്നിരിക്കുക. ആനന്ദേട്ടൻ വിഷമിക്കാതെ, നമ്മുടെ കുഞ്ഞിനൊന്നും വരില്ല. പിന്നെ തൊട്ടിൽ വാങ്ങി വെച്ചു എന്നും പറഞ്ഞ് ഒന്നും വരാനൊന്നുമില്ല. അമ്മ അത് അങ്ങനെ പറഞ്ഞെങ്കിൽ അത് വേറെ കുറ്റം കൊണ്ടൊന്നുമല്ല. നമ്മളിത് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്നാൽ പോരെ. അല്ല, ഇനി നാളൊരു സമയത്ത് കുഞ്ഞിന് എന്തെങ്കിലും വന്നാൽ അവൻ എന്നോട് ക്ഷമിക്കുമോടി എന്ന് ചോദിക്കാം. അതിനിപ്പോൾ എന്താ, ക്ഷമിക്കും എന്നും പറഞ്ഞാൽ കൈയെടുത്ത് വയറ്റിലേക്ക് വയ്ക്കുമ്പോൾ കുഞ്ഞലങ്ങുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ ആനന്ദിന്. അവൻ എന്നോട് ക്ഷമിച്ചു, അവനൊരു കുഴപ്പമില്ല, നോക്കിക്കേ, കണ്ടോ അനങ്ങി കുഞ്ഞ്, എനിക്കത് മനസ്സിലായി. അതാ പറഞ്ഞത്. അങ്ങനെ ആനന്ദിനെ ഒരുവിധം ദേവി സമാധാനിപ്പിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ. തൊട്ടിലിൻ്റെ കാര്യത്തിൽ ആകെ പരവേശമായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആനന്ദ് സമാധാനപ്പെട്ടൊക്കെ ഇരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് രാത്രിയാകുമ്പോൾ തന്നെ സുകന്യ റൂമിലേക്ക് പോയല്ലോ. അതുപോലെ തന്നെ അനുമോളും റൂമിലേക്ക് പോയി. ആ സമയത്താണ് സുകന്യ ഫോൺ എടുത്ത് അലോകിനെ വിളിക്കുക കേട്ടോ. എന്നിട്ട് അലോകിനോട് ചോദിക്കുകയാണത്, നീ എന്താടാ അവളെ വിളിച്ച് പറഞ്ഞത്, നാളെ ഇങ്ങോട്ട് വരുമെന്നോ? അല്ല ചേച്ചി, അത് എനിക്ക് അന്നേരത്തെ ദേഷ്യത്തിലേ അങ്ങനെ പറഞ്ഞു പോയതാ. അതെന്താ, നീ അപ്പം നാളെ വരുന്നില്ലേ? അവിടെ വന്നാൽ എല്ലാം അവൾ എന്നോട് പറഞ്ഞിരിക്കുക, കയറിയ കാല് വെട്ടിക്കളയുന്നു. അത് ശരി. അവൾ പറഞ്ഞ ഉടനെ ഭീഷണിപ്പെടുത്തിയ ഉടനെ നീ അതിൽ പേടിച്ചോടാ? പേടിച്ചിട്ടൊന്നുമില്ല. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ചേച്ചി. അവൾ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? ചെയ്ത തെറ്റ് തുറന്നു പറഞ്ഞാൽ അവൾ ക്ഷമിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ ആ സത്യം അങ്ങ് തുറന്നു പോയി. അത്രയും ഞാൻ ചെയ്ത തെറ്റുള്ളൂ. അതൊക്കെ ശരി തന്നെ. നീ അവളെ കുറേ നാൾ അവളുടെ പുറകെ നടന്നതല്ലേടാ. പെട്ടെന്ന് അങ്ങ് വിട്ട് കളയാൻ പറ്റുമോ? അതും പറ്റില്ല. അവളെ സ്വന്തമാക്കണം. നീ ഒരു കാര്യം ചെയ്, ഞാൻ പറയണ പോലെ കേള്. എന്താ ചേച്ചി? നാളെ നീ ഇങ്ങോട്ട് വരണം. അയ്യോ, ഞാൻ വരത്തില്ല. ഞാൻ വെറുതെ അവളോട് പറഞ്ഞതാ, ഞാൻ ഇനി വരണം, ഇനി അതൊരു വലിയ പ്രശ്നമാവും, ശരിയാകത്തില്ല. അവളാണെങ്കിൽ എന്നെ കൊല്ലുമെന്നും പറഞ്ഞ് നിൽക്കുമ്പോഴേ അവൾ അങ്ങനെ പലതും പറയും. അവളുടെ ഭീഷണിയിൽ നീ വിടരുത്. പിന്നെ
നീ വരണം, വന്ന് അവളോട് സംസാരിക്കണം, അവളെ മുറിയിൽ കയറ്റി വിടാൻ ഞാൻ നിന്നെ സഹായിക്കാം. എന്നിട്ട് അവളെ കരഞ്ഞ് കാല് പിടിക്കണം അവളെ, മനസ്സിലായോ? എന്നിട്ട് അവളുടെ ആ ഒരു സ്നേഹം വീണ്ടും തിരിച്ച് വാങ്ങാൻ നീ നോക്കണം. നടക്കും തോന്നുന്നില്ല സുകന്യ ചേച്ചി, അവൾക്ക് ഇപ്പം എന്നോട് നല്ല വെറുപ്പാണ്. അവളെന്നെ കാല് പിടിച്ചാലും അവളതിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? സമ്മതിപ്പിച്ചില്ല, കാല് പിടിച്ച് നീ കരഞ്ഞിട്ടും അവൾ ഒതുങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ നിമിഷം നീ എന്നെ അറിയിക്കണം, ചെറിയൊരു സിഗ്നൽ എങ്കിലും എനിക്ക് തരണം. അപ്പോൾ ഞാൻ അതിനുള്ള വഴി കണ്ടുപിടിച്ചോളാം. ചേച്ചി എന്ത് ചെയ്യുന്ന? എടാ, നിന്നെയും അവളെയും കൂടെ ഒരു മുറിക്കകത്തുനിന്ന് പിടിച്ചുകൊണ്ട് ഇറക്കി കഴിഞ്ഞ് നാട്ടുകാരും വീട്ടുകാരൊക്കെ കണ്ടു കഴിഞ്ഞാലേ പിന്നെ അവളെ വേറെ ആരെങ്കിലും കെട്ടുമോ? പിന്നെ നിനക്ക് അവളെ സ്വന്തമാക്കി കൂടെ? അതിനുള്ള വഴിയാണ് ഞാനീ പറയുന്നത്. അങ്ങനെ സുകന്യ ഇങ്ങനത്തെ കാര്യം പറഞ്ഞു കൊടുക്കാട്ടോ. അലോകിനെ അനുമോളെയും കൂടെ ഒരു റൂമിലാക്കിയിട്ട് പിടിക്കപ്പെടണം, അതാണ്. അപ്പോൾ അലോക് വിചാരിക്കുന്നത് അത് തന്നെ നല്ല കാര്യം. അങ്ങനെ സുകന്യയുടെ വാക്കുകളെല്ലാം അലോക് വിശ്വസിച്ച് നാളെ എന്തായാലും അങ്ങോട്ട് പോകണം, ദേവാമംഗലത്ത് അവളെ നിന്ന് കാണണമെന്നുള്ള തീരുമാനം ഉറപ്പിച്ചു. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ബാലൻ പോവാൻ ഇറങ്ങാണ് കേട്ടോ. അതുപോലെ ഗോമതി പേഴ്സും ബാഗും ഒക്കെ പൈസയും താക്കോലും ഒക്കെ എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഗോമതി പുതിയ സാരിയൊക്കെ കൊടുത്തേക്കാണ്. ബാലൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ വേഷം മാറിയൊക്കെ നിൽക്കണേ, എന്നാ പറ്റി? അല്ല അതെ, എനിക്ക് അങ്ങാടിക്കട വരെ പോകണം, അതുകൊണ്ടാണ്. അങ്ങാടിക്കട എന്തിനാ? ദേവിക്കുള്ള സാധനം വാങ്ങി വരാനാ. അതിന് ഞാൻ വൈകിട്ട് വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ പോരെ? അത് പോരാ ബാലട്ടാ, പിന്നെ ഉച്ചയ്ക്കൊക്കെ കൊടുക്കാനുള്ള മരുന്നുണ്ടേ, അപ്പം ഞാൻ പോയി വാങ്ങിച്ചോളാം. അപ്പോൾ മീനാക്ഷി അങ്ങോട്ട് വന്നിട്ടുണ്ട്. മീനാക്ഷി ഇന്ന് എന്തായാലും ഓഫീസിൽ പോകുന്നില്ല, കുറച്ച് പണികളൊക്കെ പെൻഡിങ് ഉണ്ട്, എല്ലാം വീട്ടിലിരുന്ന് ചെയ്ത് തീർക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ലീവാണ്. അപ്പം ഗോമതി എടുത്ത് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ കേൾക്കാത്തതുകൊണ്ട് തന്നെ മീനാക്ഷി പറയാം, അച്ഛാ ഇത് വേറെ ഒന്നുമല്ല, അമ്മയ്ക്ക് ഇത്തിരി വെളിയിലൊക്കെ നടന്നൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരണം, അതാ. ഒന്ന് പോടി എണീറ്റ് ചുറ്റിക്കറങ്ങിയിട്ട് വരണം. അപ്പോൾ തന്നെ സുകന്യ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആഹാ, ചേച്ചി പുറത്തേക്ക് പോവാണോ? ചുറ്റിക്കറങ്ങി വരണമെങ്കിൽ വന്നോട്ടെ, അതിനിപ്പോൾ എന്താ? അല്ല ഇവിടെ ദേവി തനിച്ചല്ലേ ഉള്ളൂ, ആര് പറഞ്ഞു? ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ മീനു, നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ദേവിക്ക് കറക്റ്റ് സമയത്തിന് ഭക്ഷണമൊക്കെ കൊടുത്തേക്കണം. ശരി, ഞാൻ പോയി അങ്ങാടിക്കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വന്നോളാമെന്നും പറഞ്ഞ് ഇറങ്ങാൻ കേട്ടോ ഗോമതി. അപ്പോഴാണ് ബാലനും അങ്ങോട്ട് പോകുമല്ലേ. ഗോമതി പറയണം, ഞാൻ ഇവിടെ നിന്ന് നടന്ന് പൊക്കോളാം, കുറച്ച് ദൂരമില്ല, ഇല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് പൊക്കോളാന്ന്. അത് പറ്റില്ല, അച്ഛൻ അങ്ങോട്ട് കട തുറക്കാൻ വേണ്ടി പോവില്ലേ, അച്ഛൻ്റെ കൂടെ സ്കൂട്ടറിൽ കയറി പോകുമെന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ കേട്ടോ. പോകണമെന്നൊക്കെ ഉണ്ട്, എന്നാലും ചെറിയൊരു ചമ്മലിങ്ങനെ നിൽക്കുകയാണ് ഗോമതി. അവസാനം മീനാക്ഷി പറഞ്ഞുകൊണ്ട്, നാണോ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല, മിണ്ടാതെ അച്ഛൻ്റെ കൂടെ കയറി പോയേ അങ്ങോട്ട്. അങ്ങനെ ആ സ്കൂട്ടറിലേക്ക് കയറ്റി വിടുന്നുണ്ട്. എന്നിട്ട് ആ കൈയെടുത്ത് ബാലൻ്റെ തോളിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയും ചെയ്യുകയാണ് കേട്ടോ. ബാലൻ അതൊക്കെ കാണുമ്പോൾ തന്നെ ചിരി വരാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരങ്ങനെ പോവാണ്. ആ സമയത്ത് ഇവിടെ നമ്മുടെ അലോക് ഇതെല്ലാം കാണുകയാണ് കേട്ടോ. അലോക് നോക്കുമ്പോൾ ഗോമതിയും അവിടെ ഇല്ല, പിന്നെ അവിടുത്തെ മെയിൻ ആളായ ബാലനും ഇല്ല. രണ്ടുപേരും എങ്ങോട്ട് പോവുക, ഇത് തന്നെ തക്ക സമയം എന്നിങ്ങനെ നമ്മുടെ അലോക് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷിക്ക് വേണ്ടിയിട്ട് ഫുഡ് കൊടുക്കാനായി മീനാക്ഷി നമ്മുടെ ദേവിക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് എടുത്തുകൊണ്ട് ചെല്ലാണ്. അപ്പോൾ തന്നെ ദേവി കിടക്കുക കേട്ടോ. ദേവിക്ക് ഇത്തിരി ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ മീന് ചോദിക്കുന്നുണ്ട്, എന്താ എടുത്തിക്ക് തീരെ വയ്യേ? ഇച്ചിരി വയ്യാത്ത പോലെ, വേറെ കുഴപ്പമൊന്നുമില്ല, ഒരു ക്ഷീണം പോലെ, അതുകൊണ്ടാണ് ഞാൻ കിടന്നത്. കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം, ഇതങ്ങോട്ട് കഴിച്ച്. എനിക്കിപ്പോൾ വേണ്ട മീനു, എന്തോ ഒരു ക്ഷീണം, ഒന്ന് കിടക്കണം. അമ്മ വരുമ്പോഴേ എന്നെ വഴക്ക് പറയും, അതുകൊണ്ട് ഇത് കഴിക്കണം ഏട്ടത്തി, കുറച്ചെങ്കിലും കഴിച്ചിട്ട് കിടന്നോ. അങ്ങനെ പറഞ്ഞ് അത് ആഹാരം നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് എപ്പിസോഡിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്